UGC ധനസഹായത്തോടെ നടപ്പാക്കിയ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി കാലിക്കറ്റ് സർവകലാശാലയിൽ അട്ടിമറിക്കപ്പെട്ടു. സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് വാങ്ങിയ ഉപകരണങ്ങൾ കൃത്യമായി സ്ഥാപിക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും ഉപയോഗയോഗ്യമല്ലാതാക്കി മാറ്റി. വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്താതെ മുറികളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ക്ലാസ് റൂമുകൾ സ്മാർട്ടാക്കി മാറ്റാനും അതിനായി ഉപകരണങ്ങൾ വാങ്ങി അതേ നിലവാരത്തിൽ ഉപയോഗിക്കാനായി പശ്ചാത്തല സൗകര്യം ഒരുക്കാനുമായിരുന്നു സ്മാർട്ട് റൂം ക്ലാസ് പദ്ധതിയിലൂടെ UGC ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിനായി UGC അനുവദിച്ച പണം ഉപയോഗിച്ച് കാലിക്കറ്റ് സർവകലാശാല 1,45,65,116 രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി. DLP പ്രൊജക്ടർ, ലാപ്ടോപ്പ്, വിഷ്വൽ പ്രസന്റർ, ഇന്ററാക്റ്റീവ് ബോർഡ്, ഫോട്ടോ കോപ്പിയർ, PA സിസ്റ്റം, റെഫ്രിജറേറ്റർ എന്നിവയടങ്ങിയ സെറ്റായിരുന്നു പഠനവകുപ്പുകൾക്കായി നൽകിയത്. എന്നാൽ സർവകലാശാലയുടെ കെടുകാര്യസ്ഥത മൂലം സ്മാർട്ട് റൂം ക്ലാസ് പദ്ധതി പാളിയെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലെ കണ്ടെത്തൽ. പല പഠന വകുപ്പുകളിലും ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. എന്തിന് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി കണക്ഷൻ പോലും പല പഠന വകുപ്പുകളിലും ഒരുക്കിയില്ല. ചില പഠന വകുപ്പുകൾക്ക് കിട്ടിയ ഉപകരണങ്ങൾ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നതായും പരിശോധനയിൽ വ്യക്തമായി. ഒരു ക്ലാസ് റൂമിന് വേണ്ട പശ്ചാത്തല സൗകര്യം ഒരുക്കാതെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടുക മാത്രമാണ് സർവകലാശാല ചെയ്തതെന്നും ഓഡിറ്റ് വിഭാഗം റിപ്പോർട്ടിൽ വ്യക്തമാക്കി. മാത്രമല്ല, പഠന വിഭാഗത്തിന് അനുവദിച്ച ഉപകരണങ്ങൾ സിൻഡിക്കേറ്റ് റൂമിലും VCയുടെ ഓഫീസിലും ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഇതിനു പുറമെ പഠന വിഭാഗത്തിന് അനുവദിച്ച ഉപകരണങ്ങൾ ചട്ടവിരുദ്ധമായി സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു. വാങ്ങിയ കമ്പ്യൂട്ടറുകളിൽ 22 എണ്ണവും പഠന വിഭാഗത്തിൽ ഉപയോഗിക്കേണ്ടതിനു പകരം സർവകലാശാലയിലെ വിവിധ ഓഫീസുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സമയബന്ധിതമായി തുക വിനിയോഗിക്കാത്തത് മൂലം സർവകലാശാല 53 ലക്ഷം രൂപയുടെ ധനസഹായം നഷ്ടപ്പെടുത്തുക കൂടി ചെയ്തതായും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.